ശുശ്രൂഷിക്കാനുള്ള മുഴുവൻ സമയവും കർത്താവിന്റെ ദാസൻ തരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Praise God. Praise the Lord. Hallelujah. സബ്കോ ജയ മസീഹ്. അതെ, എല്ലാവരുടെയും മുഖം കണ്ടതിൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു ഞാന്. आप सबका चेहरा को देखकर मैं बहुत आनंदित हूँ. അതെ, ഞാന് ഒത്തിരി സന്തോഷവാനായിട്ടാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലായിരിക്കുന്നത്. मैं बहुत खुश हूँ, उसी से मैं आपके बीच में हूँ. ആമേൻ. എന്റെ പ്രിയ ആത്മീക പിതാവ് പാസ്റ്റർ ഷിബു സാമുവേൽ പാസ്റ്ററിനോടും ആമേൻ അവർ നയിക്കുന്ന ആത്മീക സഭയോടും കൂടെ ഞാൻ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. मेरा आत्मिक पिता का धूप पर जो प्रभु का दास और उनके कलीसिया के साथ आज रात को होने के लिए प्रभु ने मेरे जीवन में दिया और सुलभ अवसर के लिए मैं परमेश्वर को धन्यवाद करता हूँ. എന്റെ ശുശ്രൂഷയുടെ ആദ്യ പടവുകളാണ് ആമേൻ ഈ രേണുക്കോട്ട് എന്നൊക്കെ പറയുന്ന പ്രദേശം എന്ന് പറയുന്നത്. मेरा सेवकाई का पहला कदम है रेणुकोट जो जगह है. സുവിശേഷത്തിന്റെ ആഴം എന്താണെന്ന് പഠിച്ച ഒരു ആത്മീക തറവാടാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. उत्तरप्रदेश जो रेणुकोट जगह मेरे लिए एक हालेलुया खानदान जैसा है, क्योंकि सुसमाचार का जो गहराई क्या है करके मुझे जानने का अवसर मिला है. ഞാൻ ഒത്തിരി എന്നിൽ ഒരു ദൂത് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ രേണുക്കോട്ടിലായിരുന്ന സമയം കർത്താവിന്റെ വേല എന്താണെന്ന് നന്നായി ടേസ്റ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തു. प्रभु की सेवकाई क्या है करके चक्कर देखने के लिए जब मैं रेणुकोट में होता था मुझे अवसर मिला. അതെന്റെ ഒരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു കർത്താവിന്റെ ദാസനും. वो मेरा സുവിശേഷ വേല എന്ന് പറയുന്നത് मेरा एक परिरक्षण था, मतलब ट्रेनिंग था उस जगह में जब मैं प्रभु के दास के साथ होते थे. ആമേൻ. അതിരാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ വഴക്ക് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് ഗ്രാമങ്ങളിലൊക്കെ ആമേൻ കൊണ്ടുപോയി കർത്താവിന്റെ സാക്ഷിയാകാൻ കർത്താവ് എന്നെ പരിശീലിപ്പിച്ച ദിവസങ്ങൾ ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. सुबह सुबह मैं नींद में होते थे, मुझे जगाकर अलग अलग गांवों में ले जाकर प्रभु की सेवकाई को परिरक्षण करने के लिए, ट्रेनिंग देने के लिए प्रभु का दास ने मेरे जीवन में अवसर दिया. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വീട്ടിൽ ചെന്ന് ഒരു വീട്ടിലെ ആഹാരം വിളമ്പിയ സമയത്ത് എനിക്ക് അന്ന് രാത്രിയാണ് ഒരു ആഹാരം വിളമ്പിയത്. എനിക്കൊരു കോഴിയുടെ ഒരു തലഭാഗം എനിക്കത് കിട്ടി. ഞാനിങ്ങനെ പേടിച്ച് കഴിക്കാതിരുന്നപ്പോ എന്റെ തൊടയിൽ തട്ടിട്ട് പറഞ്ഞു, പേടിച്ചിട്ടൊന്നും കാര്യമില്ല, അത് കഴിക്കെന്ന് പറഞ്ഞ് എന്നെ സന്ദർഭങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. ആമേൻ. ഞാൻ വളരെ സന്തോഷത്തോടൊക്കെ ആയിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. एक गांव में गया तो कुछ खाना ऐसा दिया था कि मीट का था, वो मैं नहीं चाहता था उसको मैं खाऊं, लेकिन प्रभु का दास ने बोला कोई बात नहीं, अब खा लो, बाद में नहीं खाना बोला. ഒരിടത്ത് ചെന്നപ്പം പഞ്ചസാരയും പച്ചവെള്ളവും തന്നു. അതൊക്കെ എന്റെ ലൈഫിന്റെ അകത്ത് ഭയങ്കര അത്ഭുതമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോ പാസ്റ്ററിനോട് പറഞ്ഞു, ഇതാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ ചെന്നാൽ സ്വീറ്റ്സ് നമുക്ക് തരും, ഇവിടെ പാസ്റ്റേഴ്സ് വന്നാൽ വീടുകളിൽ സ്വീകരിക്കുന്നത് പഞ്ചസാരയും വെള്ളവും ഒക്കെ ആണെന്ന് പറയാനിടയായി. അതൊക്കെ എന്റെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. जब गांव में आते थे तो मुझे चीनी या गुड़ का मीठा देकर पानी देते थे. इस तरीके का जो बातें मेरे जीवन में पहली बार हुआ था, मेरे को बड़ा आश्चर्यकरम जैसा लगा ये सब बातें. എന്നെ ഒത്തിരി പാസ്റ്റർമാർ ഇതിൽ കൂടെ ശ്രദ്ധിക്കുന്നു. നിങ്ങളാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. मेरे साथ ये वचन आज बहुतेरे प्रभु का दास लोग सुन रहे हैं. मैं आपको एक बात, एक परमेश्वर का वाणी देना चाहता हूं. ये धरती पे सबसे श्रेष्ठ लोग आप लोग हैं. ആമേൻ.
ഈ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെല്ലാം യേശുക്രിസ്തുവിന്റെ സാക്ഷികളാണ്, യേശുവിന്റെ സാക്ഷികളാണ് നമ്മളെല്ലാവരും. हम लोग सब प्रभु की गवाहियां हैं. ദൈവത്തിന്റെ രക്ഷ വഹിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രങ്ങളിലും ഭൂമിയുടെ അറ്റത്തോളം പോകണം എന്ന ദൗത്യം പ്രാപിച്ചവരാണ് നമ്മൾ. परमेश्वर का जो उद्धार का जो मार्ग को घोषणा करने के लिए दुनिया की कोने कोने तक और राज्य राज्य देश देश विदेशों में जाकर उसका प्रघोषण करने के लिए चुना हुआ लोग हैं हम. നമ്മുടെ കയ്യിൽ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ രക്ഷയാണ് ദൈവം നമ്മളിൽ പരമേൽപ്പിച്ചിരിക്കുന്നത്. प्रभु हमारे अंदर सौंपा हुआ सबसे बड़ी चीज है जो धरती कभी किसी व्यक्ति को धन या दौलत से शोर से नहीं दे सकता, वो है परमेश्वर का उद्धार, रक्षा मार्ग. നാം വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചിരിക്കുകയാണ്. हम विश्वास के द्वारा उद्धार पाया हुआ है. ആ രക്ഷ നമ്മുടെ കുടുംബത്തിൽ മാത്രം അടങ്ങാതെ ഭൂമിയുടെ അറ്റത്തോളം ആ രക്ഷയെ എത്തിക്കുക എന്നതാണ് ഓരോ കുടുംബങ്ങളുടെ കടമ, ഓരോ വ്യക്തികളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. प्रभु पर विश्वास करने वाला उद्धार पाया हुआ हर एक व्यक्ति का जिम्मेदारी होता है. आप जो पाया हुआ उद्धार को, रक्षा को जहां तक आपको प्रभु भेजता है वहां तक लोगों को पहुंचाना, यही आपका कर्तव्य है. ഈ കർത്തവ്യം നാം ചെയ്യുമ്പോൾ ആമേൻ ചില സമയം हालेलुया 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 हालेलुया. रिखमन वन वैश्वर प्रौढ़ जनदरदरादगसगज. ഈ ദൗത്യം നമ്മൾ നിർവഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ആമേൻ സ്തോത്രം കഷ്ടതകൾ കയറി വരുവാനിടയായിത്തീരും. जब हम ये प्रभु की जिम्मेदारी को जब हमारी जीवन में लेकर जब चलते हैं, उसको साथ जब हम जाते हैं, कुछ कठिनाइयां, कुछ परेशानियां हमारे जीवन में आ सकता है. ആ സമയങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ചില തോന്നലുകൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് കയറി വരുവാനിടയായിത്തീരും. उस समय हमारे अंदर कुछ विचार है, कुछ हालेलुया सोच आता है कि मैं आगे कैसे करूंगा करके. ആ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുവാൻ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുവാനിടയായിത്തീരും. समय जब होते हैं पवित्र आत्मा हमारे जीवन में कार्य कर हमको अगुवाई करने के लिए चाहते हैं. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ നോക്കുമ്പോൾ ചിലരുടെ കഷ്ടതകളിലേക്ക് പരിശുദ്ധാത്മാവ് തുണയായി ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. आज रात को आपको जब देखते तो आपके बीच में पवित्र आत्मा आपके साथी बनकर, आपकी मददगार बनकर आपके पास खड़ा है करके मैं देख रहा हूं. പൗലോസ് അപ്പോസ്തലൻ ആമേൻ ക്രിസ്തുവിനെ പൗലോസ് അപ്പോസ്തലന്റെ മുൻപിൽ ക്രിസ്തു വെളിപ്പെട്ടിട്ടാണ് പൗലോസിനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കുവാനിടയായത്. प्रेरित पौलोस को परमेश्वर प्रकट हुआ, उनको प्रभु ने हालेलुया अपने आप को दिखाकर प्रभु की सेवकाई के लिए प्रभु ने उनको खींचकर निकाला. ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ മുതൽ എന്നെ വേർതിരിച്ചിരിക്കുന്ന ദൈവം എന്ന് വായിക്കുന്നു. गलातियों का पत्री में पौलोस इस तरीके से लिखा है, मेरे जन्म से लेकर मुझे अपनी सेवकाई के लिए अलग किया हुआ परमेश्वर. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ചിലരോട് കൈമാറുന്ന സന്ദേശം ഇങ്ങനെയാണ്, ദൈവം നിന്റെ ജനനത്തിന് മുന്നമേ ദൈവം നിന്നെ കണ്ടതാണ്. ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണ് നീ തകർന്നു പോകാതെ ഇന്ന് രാത്രിയിലും ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. मैं आज कुछ लोगों को यह संदेश देना चाहता हूं, आपका जन्म से लेकर प्रभु ने आपको हालेलुया जान लिया और चुन लिया, इसलिए आज आप इस जगह में ये प्रभु की वचनों को सुन रहा है. ദൈവം നിന്നെ വേർതിരിച്ചത് നീ ദൈവത്തിന്റെ മകനാകുക, മകളാകുക, സാക്ഷിയാകുക,
എന്ന പദവിയിലേക്കാണ് ദൈവം നിന്നെ വേർതിരിച്ചത്. प्रभु ने आपको अलग किया, प्रभु की गवाही बने, प्रभु की बेटा बने, प्रभु की हालेलुया खुद का व्यक्ति बने करके, इसलिए प्रभु ने आपको अलग किया है. പ്രതിസന്ധികൾ കണ്ട് മാറിപ്പോകരുത്, പ്രശ്നങ്ങൾ കണ്ട് പിന്മാറരുത്. അതിന്റെ മധ്യത്തിൽ ദൈവം നിന്റെ കരം പിടിച്ച് നിന്നിൽ കൂടെ അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവം ശക്തനായ ദൈവമാണ്. परेशानियों को हालेलुया जीवन की अलग अलग खेद बातों को देखकर पीछे न हटिए. प्रभु तुम्हारी हाथ थाम कर तुमको दुनिया के सामने एक अच्छे गवाही बनाना प्रभु चाहते हैं. യേശുക്രിസ്തുവിനെ കുറിച്ച് നോക്കിയേ, മരണത്തിൽ മരിക്കാൻ ഉള്ള ഒരു കാരണവും യേശുവിൽ ഇല്ലാതിരുന്നിട്ടും യേശുവിനെ കൊന്നുകളയാൻ ലോകം ആമേ സ്തോത്രം വെല്ലുവിളി മുഴക്കുവാൻ ഇടയായി തീർന്നു. जब यीशु मसीह के अंदर हालेलुया उनको क्रूस पर चढ़ाने का, मृत्यु का दंड देने का कोई भी हालेलुया कारण नहीं था, फिर भी उस समय का समाज ने, समूह ने यीशु मसीह को हालेलुया मृत्यु का दंड दे दिया. എന്താണ് അങ്ങനെ വെല്ലുവിളിക്കാൻ കാരണമെന്നറിയാമോ? യേശു ആമേൻ ഒരു അത്ഭുതമാണ്. യേശുവിന്റെ അകത്ത് പകർന്ന ദൈവത്തിന്റെ ആത്മാവ് അത് ശക്തിയുള്ളതാണ്. അതിനെ ഭയന്നുകൊണ്ട് ഒരു കൂട്ടം വെല്ലുവിളിച്ചു. യേശുവിന്റെ മേൽ പകർന്ന ശക്തി എന്ന് പറയുന്നത് അസാധാരണമായ ശക്തി ആയതുകൊണ്ടാണ് ലോകം യേശുവിനെ കൊന്നു. यीशु मसीह के अंदर जो सामर्थ्य था वो दुनिया को हालेलुया उलट पुलट करने का, हर एक व्यक्तियों को हालेलुया बदलने का इतना शक्तिशाली और सामर्थ्य थे, इसलिए दुनिया पूरा उनके विरुद्ध हो गया. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിക്കകത്ത് ആമേ സ്തോത്രം, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. നിന്നെ പലയിടങ്ങളിൽ അത് നിന്നെ ശക്തീകരിക്കും, പലയിടങ്ങളിൽ അത് നിന്നിൽ കൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അത് പിശാചിന് ആമേ സഹിക്കാൻ കഴിയത്തില്ല, അത് പിശാചിന് ഭയമാണ്. അതുകൊണ്ട് പൈശാചിക വെല്ലുവിളികൾ നിനക്കെതിരെ കയറി വരും. ആമേ എങ്കിലും നീ പതറുവാനോ തകരുവാനോ ആമേ ഇടയാകാതെ നിന്നെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണെന്ന് രാത്രി തിരിച്ചറിയുക. हालेलुया आपके अंदर भी वही यीशु मसीह के जो पवित्र आत्मा है, वही पवित्र आत्मा आपके अंदर भी है. ये शैतान को मालूम है, इसलिए आपके द्वारा बड़े आश्चर्यकरम प्रभु आगे दिनों में करना चाहते हैं. इसी वजह से शैतान को मालूम है कि इनको हालेलुया इसी रीति से अगर छोड़ देगा तो, इनको तंग मुसीबत नहीं करेगा तो ये प्रभु की अच्छे गवाही बन जाएगा करके मालूम है, इसलिए वो आपकी परीक्षण करता है. ആയിരങ്ങളെ വിടുവിക്കുന്ന അഭിഷേകമാണ് നിന്റെ മേൽ കിടക്കുന്നത്. वो छुटकारा देने वाला हालेलुया अभिषेक जो हमारे अंदर भराया हुआ. പിശാചിനും നിന്നെയല്ല പേടി, നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തെയാണ് പേടി. शैतान हमसे नहीं डरता, हमारे अंदर जो अभिषेक है उसी से डरता. UP സ്റ്റേറ്റിന്റെ ഒരു ഉണർവാണ് നീ എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ. UP राज्य का एक बेदारी है करके मैं आत्मा में हालेलुया आज नबूवत करना चाहता हूं. അന്ധകാര ശക്തികൾ ആമേൻ നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ നിന്റെ മുമ്പിൽ വിറയ്ക്കും ഒരു അഭിഷേകമാണ് ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്നതെന്ന് രാത്രി മനസ്സിലാക്കുക. अंधकार का सामर्थ्य जब तुम घुटना टेकेगा प्रभु के सामने, तब देखना वो कामते हुए हालेलुया भाग जाने का हालेलुया कार्य करेगा. जब तू प्रभु के चरणों में घुटना टेककर आंसू बहाकर प्रार्थना करते वक्त. ശമൂവേൽ പ്രവാചകനെ കണ്ടുകൊണ്ടൊരു പട്ടണത്തിലെ മൂപ്പന്മാർ വിറച്ചെങ്കിൽ, जब शमूएल भविष्यवक्ता को देखकर उस समाज का शहर का एक पूरा पुरनीय लोग बुजुर्ग लोगों ने डर गया.
ശമൂവേലിന്റെ അകത്ത് പകർന്നതിനേക്കാളിലും ശക്തിയേറിയ ഒരു അഭിഷേകമാണ് കുഞ്ഞെ, ദൈവ പൈതലേ, കുടുംബമേ, അഭിഷക്തനെ നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. शाऊल जो भविष्यवक्ता है उससे भी हालेलुया बढ़ा हुआ हालेलुया सामर्थ्य वाला एक अभिषेक है। हर एक प्रभु का शिशु आपके अंदर प्रभु ने दिया हुआ। ഇന്ന് രാത്രി ആത്മാവിൽ ഈ ഡിവൈസിന്റെ അകത്തിരിക്കുന്ന 36 പേരോടും ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ മുമ്പിൽ പൈശാചിക ശക്തികൾ വിറയ്ക്കാൻ പോകുന്ന സീസൺ ദൈവാത്മാവ് തുറക്കാൻ പോകുകയാണ്. आज इधर बैठा हुआ हर एक व्यक्तियों को मैं ये बताना चाहता हूं, आपको देखकर आपकी वस्त्री को हालेलुया वजह से शैतान की हालेलुया हड्डाए हालेलुया कामने का दिन आने वाला है। നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച ഇടത്താണ് ദൈവം നിന്നെ പണിത് നിർത്തിയിരിക്കുന്നത്. तुमको सत्यानाश कर दूंगा करके हालेलुया शैतान ने हालेलुया चेतावनी दिया था, घोषणा किया था, वहां से प्रभु ने तुमको हाथ थाम कर तुमको आज प्रभु के चरणों में रखा हुआ है। നിന്നെ കൊന്നുകളയുമെന്ന് വെല്ലുവിളിച്ചിടത്തല്ലേ ദൈവം നിന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. तुमको खत्म करूंगा, तुमको मार डाल दूंगा करके जो शैतान ने घोषणा किया अलग अलग बीमारी के द्वारा, अलग अलग बातों के द्वारा, वहां से प्रभु ने तेरे को जीवन देकर आज प्रभु की चरणों में बैठाया हुआ है। ഇന്ന് രാത്രി പറയാം, നിന്റെ തലമുടിയെ പോലും എണ്ണി വെച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. आपकी सिर का बाल तक गिना हुआ एक पवित्र परमेश्वर की उपासना हम करते हैं। അതിലെ ഒന്ന് നിലത്ത് വീണാൽ പോലും അത് ദൈവം അറിയുകയാണ്. जैसे एक भी अगर निगल जाता, जड़ जाता तो ये परमेश्वर जानता है। ബൈബിൾ പറയുന്നു, നീ ഒന്നുകൂടെ പറയണേ. ബൈബിൾ പറയുന്നു, നീ എല്ലാത്തിനേക്കാളിലും വിശേഷതയുള്ളവനാണെന്ന് ബൈബിൾ പറയുന്നു. प्रभु की पवित्र वचन हमको समझाता कि तुम हर एक चीजों से श्रेष्ठ है। പണമില്ലെങ്കിലും നീ വിശേഷതയുള്ള വ്യക്തിയാണ്. हो सकता है गरीब हो, फिर भी तू प्रभु के सामने विशेष व्यक्ति है। ഇന്ന് രാത്രി ഞാൻ പറയാം, ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്നെ കേൾക്കുന്ന നിങ്ങളാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. धरती का सबसे श्रेष्ठ धन्य लोग, भाग्यशाली लोग आज मुझे सुनने वाला लोग है। എന്തിനാണ് ദൈവം നിന്നെ വേർതിരിച്ചതെന്ന് അറിയാമോ പ്രിയ പൈതലേ? आपको प्रभु ने अलग क्यों किया करके जानकारी आपके जीवन में होना जरूरी है। നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. प्रेरितों का काम 13 अध्याय उसका 29वां वचन में इस तरीके से लिखा हुआ है। ഒരാളൊന്ന് വായിച്ചാട്ടെ, ശബ്ദം ഉയർത്തി എല്ലാവരും കേൾക്കൊന്ന് വായിച്ചാട്ടെ. 13:29 जब उन्होंने उसके विषय में लिखी हुई सब बातें पूरी की तो उसे क्रूस पर से उतार कर कब्र में रखा। മതി, നാം അവിടെ ഇങ്ങനെയാണ് വായിച്ചത്. हम वहां इस तरीके से पढ़ा, അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം, उनके बारे में जो भी विषय लिखी हुई है सब बातें पूरे करने के बाद, ഞാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, നിന്നെ കുറിച്ച് ദൈവം ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. आज रात को मुझे सुनने वाला लोगों से मैं ये बताना चाहता हूं, आपके बारे में परमेश्वर अपनी हालेलुया याद का किताब पर, प्रभु की जीवन की किताब पर कुछ बातें लिख कर रखा है। നിന്നെ കുറിച്ച് ദൈവം ഈ ഭൂമിയിൽ എഴുതിയതാണ് നിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. प्रभु तुम्हारे बारे में जो लिखा हुआ है वही है जो धरती पर तेरे जीवन में हो रहा है। യേശുവിന്റെ ജീവിതത്തിൽ നടന്നതൊക്കെയും പിതാവായ ദൈവം എഴുതിയതാണ് നടക്കുവാനിടയായത്. यीशु मसीह के बारे में परमेश्वर पिता जो लिखा है वही हुआ है। ദൈവം എന്തെങ്കിലും എഴുതിയാൽ ആ എഴുതിയാൽ അത് തികയ്ക്കുവാനും ദൈവം ശക്തനാണ്. अगर परमेश्वर कुछ लिखा है तो उसको पूरा करने के लिए परमेश्वर काफी है। യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയും ദൈവം എഴുതിയതായിരുന്നു നടന്നത്.
यीशु मसीह के इस धरती पर कुंवारी मरियम को द्वारा जन्म से लेकर क्रूस की से मृत्यु के बाद कब्र से जी उड़ने तक, हालेलुया, और रूपांतर होने तक का जो भी बातें हैं पिता ने पहले से ही ठहराया हुआ बातें हैं। ആ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്നെ കുറിച്ചും നിന്നെ കുറിച്ച് ദൈവം ചിലത് എഴുതിയിട്ടുണ്ട്. അതൊക്കെയാണ് കുഞ്ഞെ നിന്റെ ലൈഫിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രോഗമാണെങ്കിലും ദുഃഖമാണെങ്കിലും തകർച്ചയാണെങ്കിലും എന്താണെങ്കിലും നിന്നെ കുറിച്ച് ദൈവം എഴുതിയതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ, आज मैं आपको बताना चाहता हूं, चाहे दुख की बात हो या खुशी की बात हो, कोई भी बात हो जो आपके जीवन में हो रहा है, वो परमेश्वर ने आपकी जन्म से पहले ही आपके बारे में ठहराया हुआ बातें हैं जो लिखा हुआ है। നിന്നെ കുറിച്ച് എഴുതുന്നത് ഒരു മന്ത്രവാദിയല്ല, നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒരു ആഭിചാരകനല്ല, നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല. आपके बारे में जो लिखा हुआ है ये धरती का कोई जादू टोना करने वाला जादूगर या उस तरीके का मंत्रिक तंत्रिक लोग नहीं है। ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, മേഖലയിലായിരുന്നാലും നിന്നെ കുറിച്ച് നീ ജനിക്കുന്നതിന് മുന്നമേ നിന്നെ കുറിച്ച് ദൈവം എഴുതി വെക്കുവാനിടയായി തീർന്നു. आपकी जन्म से पहले आपके बारे में ठहराया हुआ लिखित में रखा हुआ एक परमेश्वर है। കൃഷ്ണ സിംഗ് എന്ന് പറയുന്ന ആ ഡിവൈസിലിരിക്കുന്ന ഫാമിലിയോട് അതെ, കേട്ടില്ല, ഒന്നുകൂടെ പറയണം. കൃഷ്ണ സിംഗ് എന്ന് പറയുന്ന ഡിവൈസിൽ ഇരിക്കുന്ന ആ വ്യക്തിയോട്, ആ കുടുംബത്തോട് ദൈവാത്മാവ് പറയുന്നു, നിന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. आज मुझे सुनने वाला इस डिवाइस में जो जूम मीटिंग में घुसा हुआ कृष्णा सिंह, आपके बारे में भी परमेश्वर कुछ, हालेलुया, पहले से ही ठहराया हुआ है, कुछ लिख कर रखा हुआ है। അവർക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് സഹകരിക്കുക. പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. अगर आप वीडियो को चालू अगर कर सकता तो एक बार चालू कीजिए, आपसे परमेश्वर की आत्मा बात करना चाहते हैं। कृष्णा सिंह, വീഡിയോ ഓൺ ആക്കാൻ സാഹചര്യമുള്ളവർ വീഡിയോ ഓൺ ആക്കുക. अगर आप वीडियो चालू अगर कर सकता हो, ऐसा लोग चालू कीजिएगा, ऑन कीजिएगा, प्रभु की आत्मा आपसे बात करना चाहते हैं। ഞാൻ ദൈവാത്മാവിൽ ഇന്ന് രാത്രി നിന്നുകൊണ്ട് പറയട്ടെ, യേശുവിന്റെ ജീവിതത്തിൽ നടന്നത് ഒരു സാധാരണ സംഭവമല്ലായിരുന്നു. हालेलुया, आपको मैं आज परमेश्वर की पवित्र आत्मा में होकर मैं आपको कहना चाहता हूं, यीशु मसीह के जीवन में जो हुआ बात एक साधारण संभव नहीं। ओके, हटाया पुल्ली। യേശുവിന്റെ ജീവിതത്തിൽ നടന്നത് ഒരു സാധാരണ സംഭവമല്ല. यीशु मसीह के जीवन में जो बातें हुआ वो एक साधारण बात नहीं। യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. यीशु मसीह के जीवन में जो कुछ भी धरती पर हुआ है ये सब प्रभु की पहले का योजनाएं हैं। നിന്നിൽ ഒരു കഷ്ടത വരുമ്പോൾ നീ വിശ്വസിക്കണം, അത് ദൈവം നിശ്ചയിച്ചതാണ്. एक कठिनाइयां जब आपके जीवन में जब आते हैं, हालेलुया, आपकी गलती के बिना, हालेलुया, तब आप जान लीजिएगा ये प्रभु पहले से आपके लिए ठहराया हुआ है और प्रभु को ही धन्यवाद करते रहे। ആ കഷ്ടത വരുമ്പോൾ നീ പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, ചർച്ച് വേണ്ട എന്ന് പറയരുത്. जब तुम्हारे जीवन में कष्ट मुसीबत जब आते हैं
तब तुम ये मत सोचना अरे कौन जाएगा प्रार्थना में जाने का फायदा नहीं। इस तरीके के गलत सोच विचार मन में न लाइए। യേശു ഗദസമനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. यीशु मसीह गत्समना बगीचा में इस तरीके से प्रार्थना किया, അബ്ബാ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി. ए मेरा अब्बा पिता, अगर आपको इच्छा है तो ये कटोरा, ये दर्द की कटोरा मुझसे हटा दीजिए। പിതാവായ ദൈവം പുത്രനായ യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു. पिता परमेश्वर पुत्र यीशु मसीह को इस तरीके से कहा, അമ്മ ഇത് മാറത്തില്ല, നിന്നെ കുറിച്ച് ഞാൻ എഴുതിയിരിക്കുന്നത് ഈ പാനപാത്രം നീ കുടിച്ചേ മതിയാകൂ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. हालेलुया, ये नहीं हटा सकता, ये दर्द की कटोरा तुमको पीना पड़ेगा करके ये लिखा हुआ है तेरे बारे में। അപ്പോസ്തലനാകുന്ന പൗലോസ് ജഡത്തിലെ ശൂലം അല്ലെങ്കിൽ ബലഹീനത മാറുവാൻ വേണ്ടി 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. हालेलुया, प्रेरित पौलुस अपनी जीवन में जो शैतान के द्वारा जो दर्द परेशानी को हालेलुया हटने के लिए 3 बार परमेश्वर से प्रार्थना किया। പക്ഷെ ദൈവം പറഞ്ഞു, പൗലോസേ ഇത് ഞാൻ നിന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇത് മാറ്റത്തില്ല, മറിച്ച് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് എന്ന് പറഞ്ഞു. हालेलुया, जब प्रभु ने उनसे कहा ये तेरे बारे में लिख कर रखा हुआ है, हालेलुया, इससे बदले में तेरे को मेरा अनुग्रह देता हूं, मेरे अनुग्रह हालेलुया तेरी कमजोरी में तुमको सामर्थ्य देने वाला है करके बोला। അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നാം മനസ്സിലാക്കുക. നമ്മെ കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ച്, നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ നാം ആത്മാവിൽ തിരിച്ചറിയുവാനിടയാകുക. इसी वास्ते आज मैं आपको कहना चाहता हूं, आपके बारे में सर्वशक्तिमान पिता परमेश्वर को जो योजनाएं हैं वो पूरा होना है, उसी को आप पक्का जानकारी लीजिएगा। റേണുകോട്ടിനെ കുറിച്ച് ദൈവം ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. रेणुकोट के बारे में सर्वशक्तिमान ने कुछ लिख कर रखा है। ആമ റേണുകോട്ടിലെ ദൈവസഭയെ കുറിച്ച് ദൈവം ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. रेणुकोट का कलीसिया के बारे में परमेश्वर कुछ लिख कर रखा हुआ है। അവിടെയുള്ള ചർച്ചുകളെ കുറിച്ച് ദൈവം ചിലത് എഴുതിയിട്ടുണ്ട്. यहाँ का कलीसिया के बारे में परमेश्वर कुछ लिख कर रखा हुआ है। അതിനെ ഒരു പിശാചിനും മായ്ച്ചു കളയാൻ കഴിയത്തില്ല. യെസ്, कोई भी लोग उसको हटा नहीं सकता। ആമേൻ. ഒരു പിശാചിനും അതിനെ മായ്ച്ചു കളയുവാൻ കഴിയത്തില്ല. कोई भी शैतान उसको नहीं हटा सकता। കാരണം ദൈവം പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. परमेश्वर ने कहा, यीशु मसीह ने कहा, हालेलुया, मैं अपनी कलीसिया को बनाऊंगा, अधोलोक का पाटक उस पर प्रबल नहीं होगा। ഞാൻ ആത്മാവിൽ കാണുന്നു മിഷൻ ചലഞ്ച്. ആമേൻ. ദൈവസഭ ഏറ്റെടുക്കാൻ പോകുക ഒരു ഭയങ്കരമായ ദൗത്യത്തെ വീണ്ടും ദൈവം അഭിഷക്തനെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ദൈവാത്മാവ് കൈമാറാൻ പോകുകയാണ്. हालेलुया, मिशन चैलेंज करके हालेलुया जो शब्द है परमेश्वर आपको इस सेवकाई की ओर दे रहा है। ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ദൈവസഭയിൽ നിന്നും 13 വയസ്സിന് മുകളിലോട്ടുള്ള യുവാക്കന്മാർ ആമേ സുവിശേഷ തൽപരരായി ആമേ ഇറങ്ങി പുറപ്പെടാൻ പോകുന്ന ഒരു ഉണർവിന്റെ അഭിഷേകം ആ തലമുറകളുടെ മേൽ ദൈവാത്മാവ് അയക്കാൻ പോകുകയാണ്. रेणुकोट का कलीसिया का पीढ़ियों के ऊपर जो 13 उम्र से बढ़कर जो लोग है, हर एक लोगों के ऊपर ऐसा एक हालेलुया हालेलुया अभिषेक प्रभु दे रहा है, प्रभु की सेवकाई के लिए निकलने का। ആത്മാവിൽ ഒരു കാഴ്ച കാണുന്നു. ആമൻ. ഒരു പ്രത്യേക ആമേ റൂമിന്റെ അകത്ത് ആമൻ മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരോളം കൂടി വന്നതുപോലെ ഒരു ആത്മ നിയോഗങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തെ സജ്ജീകരിക്കുന്ന കാഴ്ചപ്പാട് ഞാൻ ആത്മാവിൽ കാണുകയാണ്. मैं देख रहा हूं जैसे मरकोस का हालेलुया भवन में
जो पेंतकोस के दिन लोग इकट्ठा होकर प्रभु की चर्चा कर रहे थे, हालेलुया, उसी जैसा एक आत्मिक संघ, हालेलुया, हालेलुया, संघ, हालेलुया, प्रभु के लिए रेनकोट में होने जा रहा करके मैं देख रहा हूं। उडाराबाना शंदल खमाना दुडमना दिगटिया वैश्य प्रभानिया अंदर खमानी വേദഘടക ചുടിപിരിഘടക ശബലവരഘടക ദുനിയാവര. ഞാൻ ഇങ്ങനെ ആത്മാവിൽ വചനം പറയുമ്പോൾ തന്നെ ചില കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക ആധിപത്യങ്ങൾ തകർന്ന് പരാജയപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. हालेलुया, जैसे मैं वचन बोल रहा हूं तब मैं देख रहा हूं कुछ एक परिवार से अंधकार का सामर्थ्य निकलते हुए मैं देख रहा हूं। ഇന്ന് ആമേൻ സ്തോത്രം. ആമേൻ ബൈബിൾ പറയുന്നു ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഇരുന്ന ഒരു പുരുഷൻ എഴുന്നേറ്റ് നടന്നതുപോലെ നിങ്ങളിൽ കൂടെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. യെസ്, हालेलुया, जैसे हालेलुया ये सुंदर गोबर के हालेल मंडप के किनारे पर एक व्यक्ति बैठा था भीख मांगने के लिए, पत्रोस और यूहन्ना ने उनको हालेलुया यीशु के नाम में खड़ा कर कर लोगों के बीच में एक अच्छे गवाही बनकर परमेश्वर के लिए हालेलुया, हालेलुया, कुछ नाच गाना करते हुए निकला। उसी जैसा एक बहुत बड़ा बेदारी रेनकोट के आसपास के जगह में होने जा रहा है। ഓ, നീ തകർന്നു പോകാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ഉയർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. हालेलुया, जब तुम नष्ट हो जाए, सत्यानाश हो जाए, ऐसा शैतान जब सोचता है, लेकिन प्रभु बोलता है मैं तेरी उद्धार, तेरी बढ़ोतरी, तेरी उन्नति चाहता हूं। ഓ, തെക്കു നിന്നൊരു ഉണർവിന്റെ കാറ്റ് ചില സുവിശേഷകന്മാരെ എടുക്കുവാൻ വേണ്ടി ഒരു കാറ്റിതാ നിങ്ങളിലേക്ക് വീശുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. एक हालेलुया कुछ सुसमाचार प्रचारकों को उठाने के लिए आपकी ओर बहते हुए मैं देख रहा हूं। ഞാൻ വായിച്ച വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യേശുവിനെ കുറിച്ച് എഴുതിയത് ദൈവം തികയ്ക്കുവാനിടയായി തീർന്നു. यीशु मसीह के बारे में जो कुछ भी लिखा था वो पूरा हो चुका, हो लिया करके मैंने आपको वचन बोला। നിനക്കൊരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തികയ്ക്കുന്നത് ദൈവമാണ്. आपको अगर एक सेवकाई प्रभु ने रखा है तो उसको पूर्तिकरण करने वाला हमारा पिता परमेश्वर है। യേശുവിന്റെ നാമത്തിൽ നിനക്ക് ദൈവം കൃപാവരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അവസാനത്തോളം നിർത്തുന്നത് ദൈവമാണ്. हालेलुया, अगर तुमको कोई वरदान अगर प्रभु दिया है तो उसको आखिरी तक बचा कर रखना प्रभु की कार्य है। ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, കാൽവറി ക്രൂശിൽ കള്ളന്മാരുടെ നടുവിൽ അവസാന തുള്ളി രക്തവും ഊറ്റണമെന്നത് ദൈവം എഴുതിയ കാര്യമായിരുന്നു. हालेलुया, यीशु मसीह के बारे में मैं आपको आज बताना चाहता हूं, दो डाकुओं के बीच में आखिरी बूंद लहू भी बहाना यीशु मसीह के बारे में पहले से ही ठहराया हुआ बात थी। പിശാച് പറഞ്ഞു ഇവിടം കൊണ്ട് യേശു അവസാനിച്ചു എന്ന് പിശാച് പറഞ്ഞു. शैतान ने ये घोषणा किया यहां से प्रभु पीछे हट जाएगा, खत्म हो जाएगा बोला। ഇനി അത്ഭുതങ്ങൾ നടക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞു. चमत्कारी का दिन खत्म हो गया करके शैतान सोचा। ഇനി രോഗികൾ സൗഖ്യമാകത്തില്ലെന്ന് പിശാച് പറഞ്ഞു. अब आगे अभी रोगी चंगा ना होगा करके शैतान ने घोषणा किया। നീ മരിച്ചവർ എഴുന്നേൽക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞു. आगे मृतक लोग जी नहीं उठेगा करके शैतान ने सोचा। ഇനി ഒരു നന്മകളും ഭൂമിയിൽ നടക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞു. अभी भलाई परमेश्वर की कोई भी भलाई बात धरती पर नहीं होगा करके शैतान ने अपनी मन में बनाया। പുത്രനായ യേശു ഈ പാടുകൾ പ്രയാസങ്ങൾ സഹിക്കുമ്പോഴൊക്കെ പിതാവ് മൗനമായിരിക്കാനിടയായി തീർന്നു. जब यीशु मसीह इस तरीके का हालेलुया कष्टों को हालेलुया दुखों को जब उठाए तो पिता परमेश्वर चुपचाप रहा। നമ്മൾ ചില സമയങ്ങളിൽ അനുഭവിക്കുന്ന വേദനകൾ ആരും കാണുന്നില്ലയോ, ദൈവമേ നീ പോലും കാണുന്നില്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ഇന്നലകളിൽ നമ്മൾ ചോദിച്ചിട്ടില്ലേ? हालेलुया, जब कुछ कष्टें, परेशानियां, दुखे, मुसीबतें
जब हम उठाते तो हम अपने आप से बहुत बार पूछा, ए पिता तुम ये नहीं ध्यान कर रहे हो करके पूछा। പക്ഷേ ദൈവം കാണാതിരിക്കുകയല്ല. ദൈവം ആമേൻ നിന്നെ കാണാതിരിക്കുകയല്ല. നിന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കരമായ വിടുതലുകൾ ആമേൻ സ്തോത്രം ദൈവത്തിന് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. हालेलुया। मैं आपको यह बताना चाहता हूं, प्रभु आपके लिए चुपचाप नहीं बैठा हुआ है। कुछ एक हालेलुया जांच पड़ताल के द्वारा आपको बाहर निकालना प्रभु चाहते थे, इसलिए प्रभु ने आपको सौंपा हुआ है। യേശു കാൽവറിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു സകലതും നിവർത്തിയായി എന്ന് പറയാനിടയായി. यीशु मसीह कालवरी सलीब पर पड़े रहकर कहा सब कुछ पूरा हो गया। ആരൊക്കെയോ എന്നെ കേൾക്കുന്നവർ പറയുന്നു, എനിക്കിത് ചെയ്തു തീർക്കാൻ കഴിയത്തില്ല, എനിക്ക് ഇത് എന്തായി തീരുമെന്ന് അറിയത്തില്ല, ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അവരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ദൈവം പൂർത്തീകരിക്കാൻ പോകുകയാണ്. कुछ लोगों को पवित्र आत्मा कह रहा है, आप सोच रहे होगा इसको मैं कैसे सामना करूंगा, ये मेरे से नहीं होगा, हालेलुया, मेरे जीवन मेरी बस की बात नहीं है। लेकिन पवित्र आत्मा कह रहा है, हालेलुया बेटा, जो तुमको सौंपा हुआ चीज पूरा करने के लिए मैं योग्य हूं, मैं हालेलुया काफी हूं, तुम मुझ पर बने रहो। മരിച്ച യേശുവിന്റെ ശരീരമെടുത്ത് ഒരു പുതിയ കല്ലറയിൽ വെക്കുവാനിടയായി തീർന്നു. मरा हुआ यीशु का लाश को हालेलुया एक नया कब्र में रखा गया। എല്ലാവരും മാറി നിന്ന് കൈയടിച്ചു. യേശു കല്ലറയ്ക്കകത്ത് ആയി എന്ന് എല്ലാവരും കൈയടിക്കുവാനിടയായി. यीशु का विरुद्ध में जो लोग भी सोचा था, सब लोगों ने ताली बजाया। वहां का राजा लोग, यहूदी, फरीसी, शास्त्री लोग सब ताली बजाकर बोला खत्म हो गया यीशु। എന്നാൽ ആമേ പിശാചിനോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അവസാനിച്ചതല്ല പിശാചേ, അടുത്തൊരു തുടക്കത്തിനു വേണ്ടി ആമേ സ്തോത്രമുള്ള തയ്യാറെടുപ്പാണ് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുക. हालेलुया। शैतान से हमको ये बोलना है, ये शैतान ये एक शुरुआत के लिए थोड़ी देर का छुपा हुआ समय है। अभी एक नया शुरुआत हमारे जीवन में होने जा रहा है। ഓ നിന്നെ കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ കഴിയത്തില്ല, നിന്നെ കാൽവറി ക്രൂശിൽ ബന്ധിക്കാൻ കഴിയത്തില്ല. നിന്റെ മേൽ അടുത്തതായ ഒരു പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ പോകുകയാണ്. तुमको कालवरी सलीब पर तुमको खत्म नहीं कर सकता, कब्र पर तुमको सत्यानाश हमेशा के लिए बंद नहीं कर सकता। एक पुनरुत्थान का दिन तुम्हारे लिए आगे दिनों में आने वाला है। उस दिन तुम देखना, तुम जी उड़कर सबके सामने प्रकट होगा। ഓ 30-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 30वां वचन में यह लिखा है, परमेश्वर ने उनको मृतकों के बीच में से जिलाया। ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ചിലരോട് പറയുന്നു, ചിലരുടെ വീടുകൾക്കകത്ത് ഉയർത്തെഴുന്നേൽപ്പുകൾ നടക്കാൻ പോകുകയാണ്. मैं आज पवित्र आत्मा में कुछ लोगों को यह बताना जा रहा हूं, कुछ लोगों को घर में कुछ जी उड़ने का दिन आने वाला है। നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. हमारे ऊपर जो प्रकट जो सामर्थ्य है वो पुनरुत्थान का सामर्थ्य है। ഓ മരിച്ചവനെ കല്ലറയിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തിയാണ് നിന്റെ മേൽ വ്യാപരിക്കുന്നത്. हालेलुया। मृतकों को कब्र से जिलाया हुआ, हालेलुया, जो सामर्थ्य जो यीशु मसीह का शरीर में जो सामर्थ्य, वही सामर्थ्य जो आपको और मेरे अंदर। യേശുവിനെ കല്ലറയ്ക്കകത്തേക്ക് കൊണ്ടുവച്ചു. यीशु मसीह को कब्र के अंदर रखा गया। എന്നാൽ കല്ലറയ്ക്കകത്ത് ആമേൻ പിതാവായ ദൈവം യേശുവിനെ വിട്ടുകൊടുക്കുവാനിടയായില്ല. हालेलुया। यीशु का जीवन को कब्र के अंदर खत्म करना पिता परमेश्वर नहीं चाहा। അന്തിനി എന്ന് പറയുന്ന ഡിവൈസിൽ ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നിങ്ങൾക്ക് ഒരു ഭയങ്കര ദൈവിക ഉയർത്തെഴുന്നേൽപ്പ് ഏതൊക്കെയോ വിഷയങ്ങൾക്കകത്ത് ദൈവം തരുവാൻ പോകുകയാണ്. ആരാ പേര് പറഞ്ഞേ? നന്ദിനി. हालेलुया। नंदिनी करके जो मोबाइल में जूम ऑनलाइन में हुआ,
आपको पवित्र आत्मा कहता है कुछ एक बातों में तुम्हारे जीवन में प्रभु बहुत बड़ा उन्नत कार्यों को आगे दिनों में करने जा रहा है। ഏതൊക്കെയോ വിഷയങ്ങൾക്കകത്ത് ദൈവം ആരാണെന്ന് നിങ്ങളിൽ കൂടെ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. परमेश्वर जिसको तुम उपासना करता है वो परमेश्वर कौन है करके आगे दिनों में प्रभु तुमको दिखाने जा रहा है। യേശുവിന്റെ നാമത്തിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ഒരു മരിച്ചവന്റെ ആത്മാവല്ല. यीशु का नाम में मैं आपको नबूवत करता हूं, तुम्हारे अंदर रहने वाला आत्मा एक मृत मरा हुआ व्यक्ति की आत्मा नहीं, जीवित परमेश्वर की आत्मा है। രാജു ഭാരതി എന്ന് പറയുന്ന ആ ഡിവൈസിന്റെ അകത്തിരിക്കുന്ന വീട്ടിൽ ഒരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. राजू भारती तुम्हारे घर में एक स्वर्गदूत उतरते हुए मैंने देख रहा हूं मेरी आंखों से। ഞാൻ ആത്മാവിൽ കാണുന്നു ഒരു ഭയങ്കര വാൾ ഓഫ് ഫയർ ടീം അതിൽ നിങ്ങൾക്ക് ഏതൊക്കെയോ മേഖലകളിൽ ദൈവം ചുറ്റി അയക്കുകയാണ്. हालेलुया, एक हालेलुया आग का हालेलुया ഒരു ടീം അതിൽ ദൈവാത്മാവ് അയക്കുന്നു. आग का दीवार आपको कुछ एक बातों में प्रभु आपकी ओर देने जा रहा है। എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഷാർബേ കൽബനിയ റൈറ്റസ്പിയ അതുരിഘടക മനസ്മനാദിയ ആമേ എഫെസോസ് പട്ടണത്തെ ആമേ സ്തോത്രം പൗലോസിന്റെ കാൽവെപ്പിനാൽ അവകാശപ്പെടുത്തിയതുപോലെ ചില അഭിഷക്തന്മാരുടെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവത്തിന്റെ അഗ്നിയെ ദൈവം പകരുകയാണ്. हालेलुया, एफेसोस कलीसिया में परमेश्वर की आत्मा जैसे प्रेरित पौलुस को इस्तेमाल किया उसी जैसा आज इधर मेरे सामने बैठा हुआ कुछ एक प्रभु का दास के अंदर इतनी बड़ी आत्मा प्रभु दे रहा है। ഡയാന ദേവിയെ ആരാധിച്ചു കൊണ്ടിരുന്ന എഫെസോസ് പട്ടണത്തിൽ സുവിശേഷത്തിന്റെ തീ അയച്ച ആമേൻ സ്തോത്ര ആ കാലഘട്ടത്തിൽ ജ്വലിച്ചിരുന്ന ഒരു അഭിഷേകത്തിന്റെ അഗ്നി ഇതാ ഈ ആമേൻ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവജനത്തിന് മേലേക്ക് ദൈവം പകരുന്ന ദിവസങ്ങളാണിതെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. एफेसोस में सब लोग पूजा करने वाला डयाना जो देवी है उसकी पूजा को बंद कर हालेलुया जो आग का शोले के द्वारा जो प्रभु के दासों के द्वारा जो इस्तेमाल हुआ वो चीज आज आपके जीवन में प्रभु प्रकट करने जा रहा है। ഞാൻ ആത്മാവിൽ ഒന്നും കൂടെ കൈമാറാം. നിന്റെ അകത്ത് കിടക്കുന്ന ആത്മാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആത്മാവാണ്. आपका अंदर जो सामर्थ्य है जो पवित्र आत्मा है मृतकों को जिलाने वाला आत्मा है। യേശു മരിച്ചതായിരുന്നു. यीशु सबके सामने उस शरीर से मरे थे, പക്ഷേ മരിച്ച ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി വരുവാനിടയായി. थोड़ी देर के बाद पवित्र आत्मा का सामर्थ्य उस शरीर में आया। ഇന്ന് രാത്രി ചില ശരീരങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. आज रात को मैं देख रहा हूं कुछ एक शरीर में पवित्र आत्मा का सामर्थ्य उतरते हुए। ചില രോഗങ്ങൾ ശരീരം വിട്ട് അഴിഞ്ഞു മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. एक बीमारियां आपकी शरीर से उधर जाते हुए मैं आत्मा में देख रहा हूं। കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ലെന്നും പറഞ്ഞ ആരൊക്കെയോ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ദൈവം ചില ശരീരങ്ങൾക്കകത്ത് ശക്തിയെ പകരുന്നത് കാണുന്നു. तुमको आगे बच्चा नहीं होगा करके जो बोला हुआ कुछ लोगों को शरीर में प्रभु की आत्मा का जीवन अभी प्रकट हो रहा है। ഓ ശബരലമന ഹംദുൽ ഖമാനരിഗതസിയ അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേൽ അത്യന്ത ശക്തിയെ ദൈവാത്മ പകരാൻ പോകുകയാണ്. ऐसा कोई भी व्यक्ति है डॉक्टर ने बोला अगर आपको विचार हुआ कि मेरे को आगे बच्चा नहीं होगा वो व्यक्ति अभी घुटना टेक प्रभु के सामने गिड़गिड़ाए, प्रभु आपके जीवन में चमत्कारी कार्य करने जा रहा है। കാരണം നിന്നെ കുറിച്ച് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത് നീ താഴ്ച പ്രാപിക്കുവാനല്ല, നീ ഉയർച്ച പ്രാപിക്കുവാൻ വേണ്ടിയാണ്. प्रभु की योजना तुम्हारे बारे में हालेलुया तुम नीचे को जाने के नहीं, तुम ऊंचे और ऊंचे में जाने के लिए है.
റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. रोमियों का पत्र 8:11 में लिखा है, हालेलुया, यीशु मसीह को मरे हुओं में से जिलाया गया उस आत्मा है जो तुम्हारे अंदर है. നിനക്ക് ചിലതിനെ ജീവിപ്പിക്കാൻ കഴിയും. ഷാൽബാർ ധനിയ. हालेलुया, थोड़ी देर के लिए थोड़ा थका सकता है. ബൈബിൾ പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. परमेश्वर की पवित्र वचन हमको बताता है, डर का और भय का आत्मा नहीं, सामर्थ्य का और शक्ति की आत्मा है जो हम प्राप्त किया है. അങ്ങനെയാണെങ്കിൽ അവൻ നിനക്കെതിരെ നിൽക്കുന്ന വെല്ലുവിളികളെ ഭേദിക്കുന്ന ഒരു ദൈവശക്തി നിനക്ക് വേണ്ടി ഈ രാത്രി ദൈവം പകരുന്ന രാത്രിയാണ്. हालेलुया, ऐसा है तो आपको सामने हुआ कुछ चेतावनियों को प्रभु आज तुमको सामना करने देने जा रहा है. പാസ്റ്റർ ബ്രിജേഷ്, നിങ്ങൾ ഒരു ഉണർവിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. प्रभु का दास ब्रजेश, एक बहुत बड़ा बेदारी के लिए आप तैयार हो जाओ. നിങ്ങൾ ഒരു ആത്മീക ഉണർവിന്റെ ഓഫീസ് കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. आप एक आत्मिक बेदारी का एक दफ्तर को कार्य करने जा रहा है. നിങ്ങൾ ഒരു റിവൈവലിസ്റ്റ് ആയ ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. आत्मा आपके बारे में चाहता है आप एक जागृति का, हालेलुया, स्थान में खड़ा रहने वाला. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ വിടുവിക്കപ്പെട്ടതുപോലെ प्रभु का दास प्रेरित पत्रोस का एक प्रचार में 3000 लोग उद्धार पाए, उसी जैसा ആയിരങ്ങൾ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ പ്രസംഗത്തിൽ കൂടെ വിടുവിക്കപ്പെടാൻ പോകുന്നു എന്ന കാഴ്ച ആത്മാവ് കാണുന്നു. ये दिखा रहा है, हजारों तुम्हारी प्रचार के द्वारा प्रभु की ओर फिरते हुए हम देख रहा है. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് രാത്രി ഒന്ന് തയ്യാറാകുക. एक प्रभु की काम के लिए सब लोग तैयार हो जाओ. ആമേൻ. യേശുവിനെ കുറിച്ച് പിതാവായ ദൈവം എന്താണോ എഴുതിയത് അതാണ് നടക്കുവാനിടയായത്. यीशु के बारे में पिता परमेश्वर ने क्या लिखा है वही पूरा हुआ. പിശാചിന്റെ പദ്ധതി അല്ല കുഞ്ഞെ, യേശുവിൽ വെളിപ്പെട്ടത് പിതാവിന്റെ ഇഷ്ടമാണ് നടന്നത്. शैतान का योजना नहीं यीशु पर प्रकट हुआ, परमेश्वर का लिखा पढ़ी बात हुआ है. യേശു കന്യകയിൽ ജനിച്ചത് മനുഷ്യന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ്. यीशु कुमारी पर जन्म हुआ, मनुष्यों की इच्छा से नहीं, परमेश्वर का योजना था. യേശു 30 വയസ്സുവരെ അവൻ രഹസ്യമായി മറയപ്പെട്ടത് മനുഷ്യന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടമാണ്. यीशु मसीह 30 उम्र तक, हालेलुया, लोगों को सामने नहीं प्रकट हुआ. ये मनुष्यों का योजना नहीं था, परमेश्वर का योजना है. 30ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കരക്കീഴിൽ യേശു സ്നാനപ്പെട്ടത് മനുഷ്യന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. हालेलुया, 30वां उम्र में यीशु मसीह यूहन्ना बपतिस्मा के नीचे बपतिस्मा लिया. ये मनुष्यों का योजना नहीं, परमेश्वर का योजना था. 3.5 വർഷക്കാലം യേശു ശുശ്രൂഷ തികച്ചത് പിശാചിന്റെ താല്പര്യമല്ല, ദൈവത്തിന്റെ താല്പര്യമായിരുന്നു. 3.5 साल यीशु मसीह की सेवकाई जो हुआ है, हालेलुया, मनुष्यों का योजना नहीं, परमेश्वर का योजना है. യേശു തള്ളപ്പെട്ടത് മനുഷ്യനാൽ സംഭവിച്ചതല്ല, അത് ദൈവത്താൽ സംഭവിച്ചതാണ്. यीशु मसीह को ठुकराया गया, हालेलुया, ये मनुष्यों के बुद्धि से नहीं हुआ, ये पिता का योजना थे. യേശു അടിയേറ്റത്, തുപ്പലേറ്റത്, ചമ്മട്ടി കൊണ്ട് അടിയേറ്റത് മനുഷ്യന്റെ ഇഷ്ടമല്ലായിരുന്നു, ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. यीशु मसीह को पीटा गया, कूटा गया, ये मनुष्यों का इच्छा से नहीं हुआ, परमेश्वर का योजना से हुआ. യേശു ക്രൂശ് ചുമന്നത് പിശാചിന്റെ ഇഷ്ടമല്ലായിരുന്നു, ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. हालेलुया, यीशु मसीह क्रूस को उठाकर जो चला, ये मनुष्यों का योजना नहीं था, परमेश्वर का इच्छा से हुआ.
യേശു കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിച്ചത് പിശാചിന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. यीशु मसीह क्रूस पर, कालवरी क्रूस पर गिड़गिड़ाते हुए अपने जीवन को दिया। ये मनुष्यों का इच्छा से नहीं हुआ, ये सर्वशक्तिमान पिता का इच्छा से हुआ। യേശുവിന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയത് മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താലായിരുന്നു. यीशु की शरीर पर हालेलुया शूल के द्वारा घुसाड़ कर हालेलुया चमड़े को फाड़ा, वो मनुष्यों का इच्छा नहीं था, सर्वशक्तिमान का लिखा हुआ बात थी। മനുഷ്യന്മാർ വിചാരിച്ചു യേശുവിന്റെ അസ്ഥികളെ ഒടിക്കാമെന്ന് മനുഷ്യന്മാർ വിചാരിച്ചു. मनुष्य लोग सोचा जैसे डाकुओं का हड्डियों को तोड़ा, यीशु का भी हड्डियों को तोड़ देते करके सोचा, लेकिन वो नहीं तोड़ा गया, वो मनुष्यों का विचार से नहीं हुआ। പക്ഷെ ദൈവത്തിന്റെ വിചാരം യേശുവിന്റെ ഒരസ്ഥി പോലും ഒടിയരുത് എന്നായിരുന്നു. प्रभु का योजना था यीशु मसीह का एक भी हड्डी ना टूटे। നിന്റെ അകത്ത് എന്ത് നടന്നാലും ദൈവത്തിന്റെ ഇഷ്ടമാണ് നടക്കുന്നത്. ഓ, आज मैं आपको बताना चाहता हूं, आपके जीवन में जो कुछ भी होता है वो प्रभु की इच्छा होता है। അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. आज मैं प्रार्थना करने के लिए मैं प्रभु पर शरण पाता हूं। ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നു. ഈ ആമേ സ്തോത്രം, ഈ സൂം മീറ്റിംഗിന്റെ അകത്ത് ആയിരിക്കപ്പെടുന്ന ചിലരെ ദൈവം പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിച്ചിരിക്കുകയാണ്. ये जूम मीटिंग में जो जुड़ने वाला लोगों को प्रभु की विशेष कुछ उद्देश्य के लिए प्रभु ने ठहराया हुआ है। 2025 എത്തുന്ന സമയം റേണുക്കോട്ടിൽ ഒരു ബൈബിൾ സെമിനാരി കൂടെ ബിൽഡിംഗ് ദൈവം പണിയുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. 2025 तक देखना रेणुकोट में प्रभु के लिए एक हालेलुया बाइबल कॉलेज का एक सेमिनारी का बिल्डिंग खुद को होगा। എന്നോട് ദൈവാത്മാവ് പ്രവചിക്കുന്നു, ഷാർബാനാദിയ ഇതിന്റെ അകത്ത് ചില ഡോക്ടർമാർ എഴുന്നേൽക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. मेरे को प्रभु ये बता रहा है कि कुछ एक वैद्य डॉक्टर लोग हमारे बीच में होगा करके प्रभु बता रहा है। എന്നോട് ദൈവാത്മാവ് ഇതിന്റെ അകത്തിൽ അഡ്വക്കേറ്റുമാർ എഴുന്നേൽക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. एक एडवोकेट लोग, वकील लोग निकलेंगे करके प्रभु बता रहा है। ദൈവസഭയ്ക്കകത്തുള്ളതിന്റെ മേൽ ഞാൻ ഇങ്ങനത്തെ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ഇടുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. परमेश्वर की आत्मा का एक चद्दर लोगों के ऊपर डालेंगे करके प्रभु बता रहा है। ഞാൻ പറയട്ടെ, കല്ലറയ്ക്കകത്ത് യേശുവിനെ വെക്കണമെന്ന് ചിന്തിച്ചത് പോലും ദൈവമായിരുന്നു. कब्र के अंदर यीशु मसीह की लात को रखना ये सोचा भी प्रभु की इच्छा था। ആ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? പുത്രനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുവാനിടയായി തീർന്നു. परमेश्वर का योजना था कि पुत्र को जहां रखा हुआ उस खबर से जिलाकर दिखाना। ഏതൊക്കെയോ നിരാശകൾക്കകത്തിരിക്കുന്ന നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു പുനരുദ്ധാനത്തിന്റെ ശക്തി, ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വെളിപ്പെടുവാൻ പോകുകയാണ്. आज दुखित बातों को लेकर बैठा हुआ लोग, कुछ लोगों को प्रभु बता रहा है कि तुम्हारे जीवन में कुछ पुनरुत्थान की शक्ति आने वाला है। ഓ, എവിടൊക്കെയോ ഒതുങ്ങിപ്പോയെന്ന് ചിന്തിക്കുന്ന ചിലരെ ആത്മാവ് പൊക്കി എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. कहीं कहीं मेरा यहाँ तक की है करके जो सोच कर बैठा हुआ लोगों को वहां से प्रभु आपको जिलाना चाहते। ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നിരിക്കുന്ന സ്തോത്ര ആരോ ഇതിന്റെ എന്നെ കേൾക്കുന്നു, ശരീരം തളർന്നു പോയതുപോലെ പാരലൈസ് ആയതുപോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ യേശു ദിവസങ്ങൾ സൗഖ്യമാക്കുവാൻ പോകുകയാണ്. हालेलुया, मुझे सुनने वाला कोई व्यक्ति है, उनको लकवा का बात है शरीर में, प्रभु उस व्यक्ति को छू कर चंगा करना चाहते हैं। അടുത്ത ഒരു ടെസ്റ്റ് മണി ആ വ്യക്തിയുടെ സൗഖ്യമാണ്. हालेलुया, आज परमेश्वर की पवित्र आत्मा बता रहा है कि आगे दिनों में तुम्हारी गवाही होगा। ഓ, നിങ്ങൾ കണ്ണുകൾ അടച്ച് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. आप आंख बंद कर प्रभु से दिल से प्रार्थना कीजिए।
മാരക രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. हालेलुया, बड़े कठिन बीमारियां यीशु मसीह के पवित्र नाम में इस समय चंगा हो रहा है. ചില ആമേ ശക്തിയേറിയ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ പോകുന്നു. बड़े शैतान की कब्जों से प्रभु कुछ लोगों को उतारने जा रहा है. എന്നോട് ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. മനോജ് കുമാർ നിങ്ങളെ നോക്കി ആത്മാവ് ഇങ്ങനെ പറയാൻ പ്രവചിക്കുന്നു. हालेलुया, मनोज कुमार, तुम्हारे बारे में परमेश्वर मुझे कह रहा है, इस तरीके से भविष्यवाणी करो. നിങ്ങൾ ഈ കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തനാണെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. യെസ്, इस पीढ़ी का प्रभु की जरूरत वाला एक हालेलुया अभिषक्त दास है तुम. നിങ്ങളിൽ കൂടെ ദൈവം ശക്തിയേറിയ ശുശ്രൂഷകളെ തുറന്നു വിടുവാൻ പോകുകയാണ്. आपके द्वारा प्रभु आगे दिनों में बड़े सामर्थ्य वाला सेवकाइयां कराने जा रहा है. കാലോളം പാസ്റ്ററിന്റെ മേളിൽ ശക്തിയേറിയ നിയോഗത്തിന്റെ പുതപ്പുകൾ വീഴുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. हालेलुया, बहुतेरे पास्टरों का ऊपर प्रभु की सामर्थ्य का चद्दर गिराते हुए मैं देख रहा हूं. ശക്തി ഏലിയാവിൽ നിന്ന് എലീശയുടെ മേൽ വീണ ഈ പുതപ്പ് പോലെ. हालेलुया, जैसे एलियास से हालेलुया एलीशा के ऊपर उतरा हुआ उसी चद्दर के समान. എന്തിനാ നിന്റെ മേൽ ഈ അഭിഷേകത്തിന്റെ പുതപ്പിനെ ദൈവം എറിയുന്നത് അറിയാമോ? हालेलुया, क्यों तुम्हारे ऊपर ये चद्दर को गिराता है मालूम है? നിനക്കെതിരെ നിൽക്കുന്ന യോർദാനെ രണ്ടായി മാറ്റുവാൻ. हालेलुया, बहुत बड़ा लहर के साथ चलने वाला बहाई का पानी के द्वारा जाने वाला योर्दान को दो बनाने के लिए. ഇസ്രായേൽ ജനം നിരാശപ്പെട്ടപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ നീട്ടുക. हालेलुया, जब इस्राएल लोग निराशा में आए तो परमेश्वर मूसा से कहा, तेरे हाथ में जो लाठी है उसको तुम दिखाओ. ചിലരുടെ മേൽ അധികാരത്തിന്റെ വടി ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവം കൈമാറുന്നു. हालेलुया, कुछ अधिकार का लाठी कुछ लोगों को हाथ में प्रभु सौंप रहा है. സാമ്പത്തിക തകർച്ചകൾ ഇടുന്ന പൈശാചിക പോരാട്ടങ്ങൾ അഴിഞ്ഞു മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. हालेलुया, आर्थिक अवस्थाओं से कमजोरी से जो शैतान की योजनाएं को प्रभु निष्फल कर रहा है. എന്റെ സമയം ഇവിടെ പരിസമായി ഞാൻ നിങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. मेरा टाइम यहाँ समाप्त हो रहा है, मैं आपके लिए प्रार्थना करना चाहता हूँ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. मेरा स्वर्गीय पिता, आपकी जनों के लिए मैं प्रार्थना करता हूँ. ഡിവൈസിലായിരിക്കുന്ന 36 പേരുടെ അവരുടെ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. पिताजी, ये 36 लोग जो यूं में जुड़े हैं उस परिवारों के ऊपर प्रभु की सामर्थ्य उतरने पाए. ആത്മ സാന്നിധ്യം ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. प्रभु की आत्मा का शक्ति एक एक लोगों के ऊपर प्रकट होने पाए. ശരീരങ്ങളിൽ ദൈവശക്തി സെൻസ് ചെയ്തു തുടങ്ങട്ടെ. हालेलुया, प्रभु की आत्मा का जो स्पर्श एक एक लोग महसूस करने पाए. पिता, ദൈവം ഇവരെ കുറിച്ച് നിശ്ചയിച്ചിരിക്കുന്നത് ഇവർ ആത്മാവിൽ തിരിച്ചറിയട്ടെ. पिताजी, आपकी योजना इनके ऊपर एक एक लोगों के ऊपर ये आत्मा में पहचान पाए. ഞാൻ ദൈവം എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ആ എഴുത്ത് ഇവരുടെ കണ്ണിൽ കാണാൻ തുടങ്ങട്ടെ. पिताजी, आपके द्वारा इनके जीवन के बारे में लिखा हुआ बातों को, लिखित को ये अपनी आंखों से देखने पाए. പ്രവാചക പുസ്തകങ്ങളിലും ന്യായപ്രമാണങ്ങളിലും മോശയുടെ പുസ്തകത്തിലും യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാർ കണ്ടതുപോലെ. हालेलुया, भविष्यवक्ताओं का किताब में जो लिखा हुआ, हालेलुया, वो यीशु के बारे में लिखा हुआ बातों को चेलों ने देखा उसी जैसा. ഇവരെ കുറിച്ച് ദൈവം എഴുതിയിരിക്കുന്നത് ദൈവാത്മാവ് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കട്ടെ. पिताजी, इनके बारे में जो कुछ भी लिखा है वो प्रभु आप इनको अभी दिखाने पाए. യുപി ഇവരുടെ കൈവശം യേശുവിൻ നാമത്തിൽ ആകട്ടപ്പ. उत्तर प्रदेश इनके हाथों में होने पाए. ഉത്തർപ്രദേശത്തിൽ സുവിശേഷത്തിന്റെ കൊടി ഇവരിൽ കൂടെ ദൈവം നാട്ടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. देश में प्रभु की सुसमाचार का झंडा इनके द्वारा प्रकट होने पाए.
ഞങ്ങൾ ദൈവം തന്ന വചനത്തെ ചൊല്ലി ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. परमेश्वर ने दिया हुआ वचन के द्वारा मैं इनको आशीष देता हूँ. കർത്താവ് ഇവരെ അനുഗ്രഹിച്ചതിന് നന്ദി പറയും. मैं पिताजी इन लोगों को आशीष दिया इसलिए धन्यवाद. ഒരു ഉയർപ്പ് എല്ലാ മേഖലകളിലും ഈ ജനത്തിന്റെ മേൽ നടക്കട്ടെ കർത്താവ്. एक बड़ा हालेलुया पुनरुत्थान इनकी जीवन के हर एक जगह में होने के लिए हम प्रार्थना करते हैं. 2022 അതിവരുടെ ലൈഫിൽ ദൈവം ചെയ്തു തുടങ്ങട്ടെ. 2022 में प्रभु ये इनके जीवन में वो प्रकट होने पाए. അവർ ചെയ്ത കൃപയ്ക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. आपने ऐसा काम किया, धन्यवाद यीशु मसीह के पवित्र नाम में आमीन. ആമേൻ ആമേൻ ആമേൻ. സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനോടും ദൈവ മക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് പ്രാർത്ഥിക്കണമേ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളും ആലോചനകളും ദൈവിക സന്ദേശങ്ങളും വെളിപ്പെടുത്തിയതിന് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. स्वर्गीय पिता, सामसन पास्टर के लिए हम प्रार्थना करते हैं, हमारे बीच में आकर अनुग्रहित हालेलुया वचनों को प्रकाश करने के लिए, संदेश को बताने के लिए, लोगों को पिताजी उत्साह कराने के लिए आपने दिया शक्ति के लिए धन्यवाद, बल के लिए धन्यवाद. पिताजी आपके दास को अभिषेक का साथ इस्तेमाल कर सेवकाई पर बढ़ाइए. दासी के लिए, बच्चों के लिए हम प्रार्थना, जीवन की हर एक जरूरतों को पूरा कर. महिमा आपको मिले, यीशु मसीह के पवित्र नाम मांग दे. आमीन आमीन आमीन. थैंक यू पास्टर. थैंक यू. ഓക്കെ പാസ്റ്ററെ, വീണ്ടും പ്രാർത്ഥിക്കാം. ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരാൻ ശ്രമിക്കണം. പോയോ? മാസത്തിൽ ഒരിക്കലെങ്കിലും വരാൻ ശ്രമിക്കണേ. കാലിയുള്ള സമയം എന്നോട് ഒരാഴ്ച മുമ്പ് പറഞ്ഞാൽ മതി, ആ ഡേറ്റ് അനുസരിച്ച് ക്രമീകരിക്കാം.